അപ്പം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചതാണിത്. ഇതിൽ പച്ചമുളക് ഒരു 5-8 എണ്ണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും, ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും 2 തക്കാളിയും ഇട്ട് വേവിച്ച് വെച്ചതാണിത്. ഓക്കെ. താളിക്കാനായിട്ട് 3 സവാള മീഡിയം സൈസ്, 3 തണ്ട് കറിവേപ്പില, തക്കാളി ഞാൻ ഇട്ട് വേവിച്ച കാരണം 2 കുഞ്ഞി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മസാല കൂട്ടായിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതൊക്കെ ഓരോ കുഞ്ഞ് സ്പൂണിൽ ഇട്ടേക്കണേ. ഇത് വലിയ ജീരകം പൊടിച്ചത്, ഇത് കുറച്ച് മസാലപ്പൊടി, ഞാൻ പൊടിച്ച മസാലപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇത് 1.5 സ്പൂൺ, അത് 1.5 സ്പൂൺ ഒരു കോഴിക്കുള്ളത്. ഇനി ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരപ്പ് മൊരിയിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു, ചിക്കൻ വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു, വെള്ളമൊക്കെ പോയി തീർക്കണം. അപ്പോൾ എണ്ണ ഒഴിക്കാൻ പോണേ. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി, ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലിട്ട്, കൂടാതെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി താളിക്കാനായിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് കാച്ചുന്നത്. എത്ര സവാളയാണത്? 3 മീഡിയം സൈസ് സവാള. അത് ഗ്രേവി കൂടുതൽ കിട്ടണമെങ്കിൽ സവാള വേണം, ക്വാണ്ടിറ്റി. അപ്പോൾ അതുകാരണം സവാള നമ്മൾ 3 എടുക്കും. അപ്പോൾ ചൂടാക്കിയ വെള്ളം വെച്ചിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. മസാല ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണ്ട് മമ്മിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് നമ്മൾ കണ്ടേക്കണം, അങ്ങനെയാണ് അത് പഠിച്ചേക്കണം. അപ്പോൾ ഞാൻ അരപ്പ് ഇതിലോട്ട് ഇടുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് മുരിച്ചിട്ട് വേണം, ഇത് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ചിക്കൻ തട്ടി ഇടും. ഓക്കെ. നമ്മുടെ മസാലയൊക്കെ മൂത്ത് തുടങ്ങി. ഇനി നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി മുരിക്കണം. ഉപ്പ് ഞാൻ ഇതിലിട്ട് വേവിച്ചിട്ടുണ്ടല്ലേ, പോരാത്തത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഇടാം. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടേ. തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇതിലോട്ട് തട്ടിയിടാൻ പോകുന്നത് കേട്ടോ. നാടൻ കോഴി ചെയ്ത് കാരണം ഭയങ്കര നീട്ടുള്ള ഇതൊക്കെ കാണണം. മിക്സ് ചെയ്തിട്ട് ഈ അരപ്പൊക്കെ ഇതിൽ പിടിച്ച് കറിയൊന്ന് വറ്റി സെറ്റായി കഴിയുമ്പോൾ നല്ല പുട്ടുണ്ടാക്കുക. കപ്പപ്പൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് തിന്നാം. ഉണക്കി പൊടിച്ചത് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച കപ്പപ്പൂട്ട് ഇട്ട് കഴിക്കാം. അപ്പോൾ അതായത് നമ്മൾ 2 വേപ്പിലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് ഇത് കിടന്ന് തിളച്ച് കുറുകണം കറി. അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇന്ന് ഇത് വെച്ച് നോക്കുക. ഇന്ന് ഇതാണല്ലോ ചെറുപെരുന്നാളാണല്ലോ, ചെറിയ പെരുന്നാളിലൊക്കെ വെച്ചിട്ട് നോക്കുക. ഓക്കെ, ബൈ.